ബഹുമാനമുള്ള സാദാത്യങ്ങളെ, ഉലമാക്കളെ, ഉമറാക്കളെ, സമസ്തയുടെയും SKSF-ന്റെയും മറ്റ് കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തകന്മാരെ, നേതാക്കളെ, ഒരു മഹത്തായ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നിലവിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വഖഫ് തിദ്ദുപടി മസൂദ, ഇതിൻ്റെ എതിരായിട്ട് ഉള്ള ഒരു പ്രതിഭടന സഭയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വഖഫ് എന്നാൽ എന്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വഖഫ് അത് ഒരു ഇബാദത്താണ്, മുസ്ലിങ്ങൾക്കുള്ള ഒരു ഇബാദത്താണ്. നിസ്കാരം ഇബാദത്തായതുപോലെ ഹജ്ജ്, നോമ്പ്, അതുപോലെയുള്ള പുണ്യമായ കാര്യങ്ങൾ ഇബാദത്തായതുപോലെ വഖഫ് എന്നുള്ള കാര്യം അതൊരു ഇബാദത്താണ്. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ആരാധനാ കർമ്മമാണ് വഖഫ് എന്നുള്ളത്. വഖഫിന്റെ അർത്ഥം തന്നെ, വഖഫിന്റെ താരീഫ് ഹബ്സു മാലിൻ യുംകിനുൽ ഇന്തിഫാഉ ബിഹി മാ ബഖായി ഐനിഹി ഇലാ മസ്റഫിൻ മുബാഹിൻ എന്നാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു സമ്പത്ത്, ഒരു സ്വത്ത്, അതിന്റെ തടി ബാക്കിയായിരിക്കലോടുകൂടെ അതുകൊണ്ട് ഉപകാരമെടുക്കാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു വസ്തുവിനെ ഹലാലായിരിക്കുന്ന വഴിയുടെ മേൽ ഹബ്സ് ചെയ്യലെന്നാണ്. ഹബ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ബന്ധം ചേഞ്ച് ആക്കാൻ പറ്റൂല. ഹബ്സ് എന്ന് പറഞ്ഞാൽ തടഞ്ഞു നിർത്താ എന്നാണ്. അപ്പൊ അതിന്റെ തടി ബാക്കിയാവലോടുകൂടെ അതിന്റെ ഉപകാരം എടുക്കാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു സ്വത്തിനെ ഹലാലാകപ്പെട്ട വഴിയുടെ മേൽ ഹബ്സ് ചെയ്യൽ. ഹബ്സ് ഏത് ഭാഗത്തേക്കാണോ ഹബ്സ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ഭാഗത്തിൽ മാത്രമേ അതിനെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ, മറ്റുള്ള ഭാഗത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി വഖഫ് ചെയ്തിരിക്കുന്നത്. ഖൈബറിൽ ലഭിച്ചതായിരിക്കുന്ന സ്വത്തിനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്യുകയും അവർ കുറെ ഷർത്തുകൾ അതിലേക്ക് ഷർത്താക്കി. ലാ യുബാഉ അസ്ലുഹു, അതിനെ വിൽക്കാൻ പറ്റുകയില്ല. വലാ യൂഹബു വലാ യൂറസു, അതിനെ ഹിബത്തായി കൊടുക്കാൻ പറ്റുകയില്ല. അതിന് അനന്തരമായി കൊടുക്കാൻ പറ്റുകയില്ല. അതിനെ ഒരു നിലക്കും ഒരു ഭാഗത്തേക്കും ധരിക്കാൻ പറ്റുകയില്ല. ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ അതിനെ വഖഫ് ചെയ്തിരിക്കുന്നത് ആ വഖഫ് ചെയ്ത ഭാഗത്തിൽ മാത്രമേ അതിനെ തിരിക്കാൻ പറ്റുകയുള്ളൂ, അതിനെ വിനിയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതിനെ വിൽക്കാൻ പറ്റൂല, ഹിബത്ത് കൊടുക്കാൻ പറ്റൂല. അനന്തരാവകാശമായി മക്കൾക്ക് അങ്ങനെ അത് ലഭിക്കുകയില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സ്വത്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ. പിന്നെ എങ്ങനെയാണ് ആ സ്വത്തിനെ ഗവൺമെന്റ് സ്വാധീനിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഭാഗത്തിലേക്ക് തിരിക്കുന്നത്? അതുകൊണ്ട് ഇത് പറ്റുകയില്ല, അത് പറ്റുന്ന കാര്യമല്ല. ഇതൊരു ഇബാദത്താണെന്ന് മനസ്സിലാക്കിയും കൊണ്ട് അതിന് എന്തിനു വേണ്ടിയാണ് അതിന് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ആ ഭാഗത്തിലേക്ക് തിരിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാകണം. ഗവൺമെന്റും അതിന് തയ്യാറാകണം. മുസ്ലിങ്ങൾക്കുള്ള കാര്യം മാത്രം അതിൽ മാത്രം കൈകടത്തിയും കൊണ്ട് അതിനെ ഒരു ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഏർപ്പാട് അത് ഉണ്ടാകാൻ പറ്റുകയില്ല. മഹാനായ അബൂ തൽഹത്ത് റളിയല്ലാഹു അൻഹു ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്ന കാര്യത്തിന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരേക്കും നിങ്ങൾക്ക് ഗുണം ലഭിക്കുകയില്ല എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട അബൂ തൽഹത്ത് റളിയല്ലാഹു അൻഹു ഇന്ന അഹബ്ബ അംവാലി ബൈറുഹ, എൻ്റെ മുതലുകളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് ബൈറുഹ ആണ്. അതുകൊണ്ട് ആ ബൈറുഹ എന്ന സ്ഥലത്തിലുള്ളതായിരിക്കുന്ന ആ തോട്ടത്തിന്, ആ സ്വത്തിനെ ഞാൻ വഖഫായിട്ട് വിനിയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ തൽഹത്ത് റളിയല്ലാഹു അൻഹു അവർക്കുള്ള ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കുന്ന സ്വത്തിനെ വഖഫായിട്ട് അവർ ദാനം ചെയ്തു, അവർ സദഖ ചെയ്തു. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആഖിറത്തിൽ ഉപകാരം കിട്ടാൻ വേണ്ടിയാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ ആഖിറത്തിൽ ഉപകാരം കിട്ടുന്ന ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യനിക്ക് ആഖിറത്തിൽ ഉപകാരം കിട്ടാൻ വേണ്ടിയാണ് വഖഫ് ചെയ്യുന്നത്. 3 കാര്യങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞതിന്റെ ശേഷം പറഞ്ഞു സദഖത്തുൻ ജാരിയ. സദഖത്തുൻ ജാരിയ ഒരു മനുഷ്യനിക്ക്, ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യനിക്ക് മരിച്ചതിന്റെ ശേഷം ഉപകാരം കിട്ടുന്നതായിരിക്കുന്ന വസ്തുവാണ്. അങ്ങനെ മുഅ്മിനീങ്ങൾ മരിച്ചതിന്റെ ശേഷം അവർക്ക് ഉപകാരം കിട്ടാൻ വേണ്ടി അവർക്കുള്ള സമ്പത്തിനെ, അവർക്കുള്ള സ്വത്തിനെ അത് ഹലാലാകപ്പെട്ട വഴിയിലേക്ക് അവർ വഖഫ് ചെയ്യുന്നു, ഹബ്സ് ചെയ്യുന്നു. അങ്ങനെയുള്ള ആ കാര്യം അവർക്ക് ആഖിറത്തിൽ ഗുണം കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ആ കാര്യം ചെയ്യുമ്പോൾ അതിനിക്കാരും തടസ്സം വരാൻ പറ്റുകയില്ല. നമ്മുടെ ഗവൺമെന്റ് എല്ലാ മതക്കാരും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാ മതത്തിന്റെയും ആചാരങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യമാണ് ചെയ്തു കൊടുക്കേണ്ടത്. മുസ്ലിങ്ങൾ അവർക്കുള്ള ആരാധനകൾ ചെയ്യുന്നു, ഹൈന്ദവ സഹോദരന്മാർ അവർക്കുള്ള ആരാധനകൾ ചെയ്യുന്നു, ക്രിസ്തീയ സമുദായങ്ങൾ അവർക്കുള്ള ആരാധനകൾ ചെയ്യുന്നു. ഓരോ സമുദായ
സമുദായവും അവർക്കുള്ള ആരാധനകൾ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കലും അതിൻ്റെ തടസ്സങ്ങൾ നീക്കലുമാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു സമുദായത്തിലേക്ക് മാത്രം നോക്കിയും കൊണ്ട് അവർക്കുള്ള ആരാധനകളെ മുടക്കാൻ വേണ്ടിയോ അവർക്ക് പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയോ ഗവൺമെൻറ് തയ്യാറാകാൻ പാടില്ല എന്ന് മാത്രം ഉണർത്തിയും കൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട പ്രാസംഗികന്മാരെല്ലാം മുഖ്യ പ്രഭാഷകന്മാർ ഉള്ളത് കൊണ്ട് എൻ്റെ സംസാരം നിർത്തുന്നു. അല്ലാഹു ഇസ്സത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും മുഅ്മിനീങ്ങൾക്കും അല്ലാത്തവർക്കും നല്ല നിലക്ക് ഇവിടെ ഇന്ത്യയിൽ ജീവിക്കാനും അവർക്കുള്ള ആരാധനാക്രമങ്ങൾ ചെയ്തുകൊണ്ട് ഇസ്സത്തോടുകൂടെ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാൻ എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള മഹത്തായ തിരുനാമം കൊണ്ട് ഈ മഹത്തായ പ്രതിഭടനാ സഭ ഉദ്ഘാടനം ചെയ്ത് എൻ്റെ സംസാരം നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.